ഫാദർ കളത്തിൽ മാത്യു MSFS രചിച്ച ഈശോ വാഴട്ടെ എന്ന ഗ്രന്ഥം ധ്യാനോപാസകർക്കും ധ്യാന വ്യാഖ്യാതാക്കൾക്കും ഒരു കൈപ്പുസ്തകമാണ്. അധ്യായം 6 ദൈവസ്നേഹ തിരസ്കരണം, അതായത് പാപം. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ നൽകുന്ന ധ്യാന നിഷ്ഠയുടെ മാധുര്യം തീർച്ചയായും പറഞ്ഞറിയിക്കുവാൻ വയ്യാത്തതാണ്. മിശിഹാനുകരണം പുസ്തകം 3 അധ്യായം 10 നമ്പർ 1. ഉൽപ്പത്തി പുസ്തകത്തിലെ അബ്രാഹത്തിന്റെ വിളിയോടെ ആരംഭം കുറിക്കുന്ന ബൈബിളിലെ രക്ഷാകര ചരിത്രം 37 അധ്യായങ്ങളിലായി വിവരിക്കപ്പെടുന്നു. ആദ്യത്തെ 14 അധ്യായങ്ങൾ അബ്രാഹത്തെ വിളിക്കുന്നതുവരെയുള്ള ദൈവ മനുഷ്യ ബന്ധത്തിന്റെ ചരിത്രമാണ്. സൗഭാഗ്യപൂർണമായ അവസ്ഥയിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യന് രക്ഷാകര പദ്ധതി ആവശ്യമായി തീർന്നതെങ്ങനെയെന്ന് ആദ്യ ഭാഗത്തിന്റെ ഉള്ളടക്കത്തിൽ നിന്നും മനസ്സിലാക്കാം. ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. മനുഷ്യന്റെ പതനം മൂലം തിന്മ വർദ്ധിക്കുന്നു. കായൻ ആബേലിനെ കൊല്ലുന്നു. ശിക്ഷയായ ജലപ്രളയം, അഹങ്കാരത്തിന്റെ മകുടമായ ബാബേൽ ഗോപുരത്തിന്റെ പതനം, അബ്രാഹത്തിന്റെ പൂർവികർ, ഇതാണ് ആദ്യ ഭാഗത്ത് വിവരിക്കുന്നത്. 3-ാം അധ്യായത്തിലെ മനുഷ്യന്റെ പതനം തന്നെ രക്ഷാകര പദ്ധതിക്ക് കാരണമാകും. പതനത്തിൽ നിന്നും, തിന്മയിൽ നിന്നും, അഹങ്കാരത്തിൽ നിന്നും രക്ഷിക്കുവാൻ രക്ഷാകര പദ്ധതിക്ക് രൂപം കൊടുക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം ഭാഗമായ 12 മുതൽ 37 വരെയുള്ള ഭാഗങ്ങൾ. ഉൽപ്പത്തി 3:4-5 വചനങ്ങൾ. സ്ത്രീ സർപ്പത്തിൽ വിശ്വസിച്ച് ദൈവത്തെ അനുസരിക്കാതെ പാപം ചെയ്തു. പാപം ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യന്റെ അവസ്ഥ നിഷ്കളങ്കമായിരുന്നു. ദൈവികമായ സുഹൃത്ത് ബന്ധം മനുഷ്യനുണ്ടായിരുന്നു. മനുഷ്യൻ അനുസരണക്കേട് മൂലം ഇവ നഷ്ടപ്പെടുത്തി പാപാവസ്ഥയിലായി. പാപത്തിന്റെ അവസാനത്തെ ശിക്ഷ മരണമാണ്. ദൈവം പാപത്തിന് നൽകുന്ന പരിഹാരമാർഗം ക്രിസ്തു തന്നെയാണ്. അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരാർത്ഥം പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിലേക്ക് അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഗ്രന്ഥകാരന്മാരെല്ലാവരും പാപത്തിന്റെ ഘോരതയെയും പരിണിത ഫലങ്ങളെയും കുറിച്ച് അവബോധമുള്ളവരായിരുന്നു. എന്നാൽ പാപത്തിന്റെ ഗൗരവം കുറച്ച് കാണിക്കുന്ന പ്രവണതകൾ ആധുനിക ചിന്താധാരകളിൽ ഇന്ന് വ്യക്തമായി കാണാം. പാപം ചെയ്ത മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ പ്രതിപാദനമാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. പാപം മൂലം മനുഷ്യന് നഷ്ടമായ ദൈവികത തിരിച്ചു നൽകുന്ന മാർഗങ്ങൾ എല്ലാ മതഗ്രന്ഥങ്ങളും നൽകുന്നുണ്ട്. എന്താണ് പാപം? ദൈവസ്നേഹത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. സൃഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് സൃഷ്ടി അകന്നു പോകുന്നതാണ് പാപം. ഇത് സംഭവിക്കുന്നത് വിവിധ രൂപങ്ങളിലാണ്. ഉടമ്പടിയുടെ ലംഘനം എന്ന് ഒരർത്ഥം. ആവോൺ എന്ന ഗ്രീക്ക് പദത്തിന് അന്യായം, അനീതി, അധർമ്മം, തെറ്റായ വഴിയിൽ നടക്കുന്നത് എന്നൊക്കെ അർത്ഥം. മകൻ പിതാവിനോട് എതിരിടുന്നത്, രാഷ്ട്രീയാധികാരത്തെ വെല്ലുവിളിക്കുന്നത്, സമൂഹത്തിനെതിരായ തിന്മ ഏറ്റവും നികൃഷ്ടമായ തിന്മയാണ്. പാപമെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു. എല്ലാവിധ പാപങ്ങളും ശരിയായി വ്യാഖ്യാനിച്ചാൽ ദൈവത്തിനെതിരായിട്ടുള്ള പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കാം. പഴയ നിയമത്തിൽ പാപം അവതരിപ്പിക്കപ്പെടുന്നത് പുതിയ നിയമത്തിൽ അതേ ആശയഗതി ശക്തമാക്കുന്നുണ്ട്. ഉൽപ്പത്തി 3:17 ദൈവത്തോട് അനുസരണക്കേട്, അതായത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത് ഭക്ഷിക്കുന്നു. ഏശയ്യാ 1:2 ദൈവത്തോട് കാണിക്കുന്ന നന്ദികേട്, മക്കളെ വളർത്തി ഉയർത്തി പക്ഷേ മക്കൾ നിരാകരിച്ചു. ജെറമിയ 3:1 മുതൽ 3 വരെ പാപമെന്നാൽ ഏറ്റവും വലിയ അവിശ്വസ്തതയാണ്. ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നു, അവൾ അന്യന്റെ ഭാര്യയാവുന്നു. അവൾ അനേകം കാമുകന്മാരുമായി വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു. അവൾ രാജാക്കന്മാരെ കാത്തിരിക്കുന്നു. അവൾ ശയിക്കാത്ത സ്ഥലമില്ല. അവൾ നാട് ദുഷിപ്പിച്ചു, അതായത് ദൈവത്തെ ഉപേക്ഷിച്ച് വേറെ ദൈവങ്ങളെ ആശ്രയിച്ചു. വിഗ്രഹാരാധന ആയതിനാൽ പാപം എന്നത് ദൈവത്തിനെതിരെയുള്ള കയ്യേറ്റമാണ്, അനീതിയാണ്, ദുഷ്ടതയാണ്. പാപം നിയമലംഘനം മാത്രമല്ല, ദൈവവുമായുള്ള മനുഷ്യബന്ധത്തെ ശിഥിലമാക്കൽ കൂടിയാണ്. സ്വന്തം പാപത്തെക്കുറിച്ച് ബോധ്യം വന്നപ്പോൾ ഏശയ്യ പറഞ്ഞു, ഞാൻ ദുർഭകൻ, നന്മ ദൈവ തിരുമനസ്സാണ്, തിന്മ ഉടമ്പടിയുടെ ലംഘനമാണ്. പാപത്തിന്റെ ഫലമായി പരസ്പര ബന്ധങ്ങൾ തകരാറിലായി, ജീവിത ക്ലേശങ്ങൾ ഉണ്ടായി, മുള്ളും വേദനകളും ഉണ്ടായി, ശിക്ഷയ്ക്ക് പാത്രീഭൂതനായി. എന്നാൽ ദൈവം മനുഷ്യനെ ഉപേക്ഷിക്കാതെ രക്ഷ വാഗ്ദാനം ചെയ്തു. ഇസ്രായേലിന്റെ പാപം, അവർ ദൈവത്തെ അനുസരിച്ചില്ല, വിശ്വസിച്ചില്ല.
വിശ്വസിച്ചില്ല എന്നതാണ്. നിയമാവർത്തനം 6:13. സത്യദൈവത്തിന് പകരമായി ബാൽ ബിംബത്തെ ആരാധിച്ചു. ഇന്നും നമ്മുടെ ഹൃദയത്തിലെ വിഗ്രഹങ്ങൾ നിരവധിയാണ്. മറ്റു ദൈവങ്ങൾ, മനുഷ്യർ, പണം, പദവി, അധികാരം, ഭാര്യ, ഭർത്താവ്, മക്കൾ, അപ്പൻ, അമ്മ, സിനിമാ നടന്മാർ, മയക്കുമരുന്നുകൾ, സ്വർണം, ജോലി, സൗന്ദര്യം, പ്രതിമകൾ, സമ്പത്ത്, ആരോഗ്യം മുതലായവ ആണ് വിഗ്രഹങ്ങൾ. സ്വർണ്ണക്കാളക്കുട്ടിയെ ആരാധിച്ചതിനു ശേഷം അവർ ദൈവത്തെ പ്രകോപിപ്പിച്ചു. മരുഭൂമിയിലെ തിന്മ അതായിരുന്നു. മരുഭൂമിയിൽ വെച്ച് ഭക്ഷിക്കുവാൻ കൊടുത്തിട്ടും അവർ പിറുപിറുത്തു. എന്നാൽ ഭക്ഷിച്ചു കൊണ്ടിരിക്കെ തന്നെ ദൈവം മഹാമാരിയെ അയച്ച് അവരെ ശിക്ഷിച്ചു. സംഖ്യ 11:1 മുതൽ 33 വരെയുള്ള വചനങ്ങൾ. ഇസ്രായേലിന്റെ പാപം പിന്നെയും തുടർന്നുകൊണ്ടിരുന്നുവെന്ന് പ്രവാചകന്മാരിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ വഴിയിൽ നിന്ന് അകന്നുപോയ ഇസ്രായേലിനെ ദൈവം ശിക്ഷിക്കുന്നു. കാരണം പാപം ദൈവിക പദ്ധതിക്ക് എതിരാണ്, അവിടുത്തെ ഭരണത്തിനെതിരാണ്, ദൈവത്തിന്റെ അനന്തമായ ഉന്നതിക്കെതിരാണ്, അവിടുത്തെ മഹത്വത്തിനെതിരാണ്. അവിടുത്തെ മഹത്വം ഇസ്രായേലിന്റെ മഹത്വമാണ്. പ്രവാചകന്മാരുടെ പ്രവചനങ്ങളും പ്രസംഗങ്ങളും നേതാക്കന്മാരുടെയും ജനങ്ങളുടെയും പാപങ്ങളെ വെളിപ്പെടുത്തുന്നു. അവന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം അവനിൽ നിന്നും തിരിച്ചു. യെശയ്യാ 59:2. മനുഷ്യന്റെ പാപം ദൈവത്തെ മുറിപ്പെടുത്തുന്നില്ല എങ്കിലും അത് ദൈവം സ്നേഹിക്കുന്നവരെ, മനുഷ്യരെ വേദനിപ്പിക്കുന്നു. അത് ദൈവത്തെ മുറിപ്പെടുത്തുന്നതിന് തുല്യമല്ലേ? യെറമിയ 2:11 മുതൽ വായിക്കുമ്പോൾ, ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൃഷ്ടിക്കുവാൻ കഴിവില്ലാത്ത പൊട്ടക്കിണർ കുഴിച്ചു. പാപം ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം മനുഷ്യനാണ്, കാരണം അത് അവന്റെ ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. എന്നാൽ ഇതിന് പ്രതിവിധിയായി ദൈവം മനുഷ്യനിൽ മനസ്താപം അങ്കുരിക്കുന്നതിനായി പ്രസാദവരം നൽകിയിരിക്കുന്നു. എസെക്കിയേൽ ദീർഘദർശി പറയുന്നു, ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗങ്ങളിൽ നിന്നും പിന്തിരിയുന്നതിലാണ് എന്റെ സന്തോഷം. വ്യക്തിപരമായും സാമൂഹ്യപരമായും പാപത്തിന് മനുഷ്യൻ ഉത്തരവാദിയാണ്. പാപബോധം. കായേൻ കുറ്റബോധത്തിലൂടെ പാപത്തെക്കുറിച്ച് മനസ്താപപ്പെട്ടു. എന്റെ ശിക്ഷ എനിക്ക് സഹിക്കാവുന്നതിലെ അധികമാണ് എന്ന് പറഞ്ഞുവെങ്കിലും പാപത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ദൈവത്തോട് മാപ്പപേക്ഷിക്കാതെ തിന്മയുടെ ഫലങ്ങളെക്കുറിച്ച് കായേൻ ഭയപ്പെട്ടു എന്നത് അവന്റെ ഒരു കുറവായിരുന്നു. യഥാർത്ഥ കുറ്റബോധം ആഴമായ വ്യസനവും ലജ്ജയുമാണ്. നമ്മുടെ സുഹൃതങ്ങൾ എപ്പോഴും അവിടുത്തെ കൺമുമ്പിലുണ്ട്. സങ്കീർത്തനം 98. ദൈവത്തിന്റെ അടുത്ത് കഴിഞ്ഞിരിക്കുന്നവർക്ക് പാപത്തിന്റെ ഗൗരവം ഏറ്റവും അധികമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എങ്കിലും അവരും പാപികൾ തന്നെ. ഉദാഹരണം നോഹ, അബ്രാഹാം, മോശ, ദാവീദ്, എലീശ, യെശയ്യാ, ജെറമിയ മുതലായവർ. പക്ഷേ സാധാരണഗതിയിൽ സുസമ്മതമായ ജീവിതം നയിച്ചവരാണിവർ. കുടുംബത്തിന്റെ തിന്മകൾക്ക് വ്യക്തിയുടെ തിന്മകളെക്കാൾ കാഠിന്യം ഉണ്ട്. അതുകൊണ്ടാണല്ലോ സമൂഹം മുഴുവനും വസ്തുവകൾ പോലും ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. അവർ കർത്താവിനെ പരിത്യജിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധ നിന്ദിക്കുകയും ചെയ്തു. യെശയ്യാ 1:4. ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു, അവർ മരിക്കുകയും ചെയ്തു, ഞങ്ങൾ അവരുടെ അകൃത്യങ്ങൾ വഹിക്കുന്നു. വിലാപങ്ങൾ 5:7. തലമുറകൾ തോറും പാപത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടതായി വരില്ലേ? ദൈവഭയവും ദൈവഭക്തിയും ഉള്ളവരെയെല്ലാം നല്ലവരെന്നും നീതിനിഷ്ഠരെന്നും വിളിക്കാം. അവരുടെ അടിസ്ഥാനപരമായ മനോഭാവം തിന്മയ്ക്ക് എതിരാണ്. തിന്മയിൽ നിബന്ധിച്ചിട്ടുണ്ടാവാം, എന്നാൽ പാപാവസ്ഥയിൽ തുടരുകയും പാപവഴികൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു എന്നതാണ് വ്യത്യാസം. ശിക്ഷ. എല്ലാറ്റിനും അധിപൻ ദൈവമായതിനാൽ എല്ലാവരുടെയും പാപങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നു. ആമോസ് 7:8 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. പാപത്തിന് ആന്തരികവും ബാഹ്യവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ട്. ദൈവത്തിന്റെ ശിക്ഷാവിധിയെക്കുറിച്ച് ആമോസ് പ്രവചിക്കുന്നത് എങ്ങനെയാണ്? സുഭാഷിതങ്ങൾ 26, 27, 28 വചനങ്ങൾ. പാപത്താൽ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയുടെ വേദനയും അസമാധാനവും ഉളവാക്കുന്നു. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തോടുകൂടി ആയിരിക്കുവാനും അവിടുത്തെ സന്തോഷം അനുഭവിക്കുന്നതിനുമാണ്. ദുരിതങ്ങളും അവയുടെ കാഠിന്യവും പാപത്തിന്റെ ആനുപാതിക ഫലമാവണമെന്നില്ല. ദൈവം മനുഷ്യന് ശിക്ഷണം നൽകുന്നു. എസെക്കിയേൽ 30:19, 38:2, 13:11, വെളിപാട് 16,
6:7, ഹോശേയ 9:9. പരിഹാരം. പഞ്ചഗ്രന്ഥങ്ങളിൽ വലിയ തിന്മകൾക്കാണ് മരണശിക്ഷ നൽകിയിരുന്നതെങ്കിലും പാപത്തിനുള്ള അന്തിമ പരിഹാരമൊന്നും നിർദ്ദേശിക്കുന്നില്ല. ഹോശേയ 2:8, 4:1-6 വരെ പറയുന്നു. നിർദ്ദേശിക്കുന്നില്ല. ഹോശേയ 2:8. ഹോശേയ 4:1-6 വരെ പറയുന്നു, പാപം പുറപ്പെടുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയിൽ നിന്നാണ്. ദൈവത്തെങ്കിലേക്ക് തിരിയാൻ മനസ്സു വയ്ക്കുന്നിടത്തോളം കാലം പാപിയെ സ്വീകരിക്കുവാൻ ദൈവം സദാ സന്നദ്ധനാണ്. ദൈവം മനുഷ്യനെ അതിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പാപം സ്നേഹതിരസ്കരണമായതിനാൽ പാപി സ്നേഹിക്കുവാൻ തുടങ്ങണം. പാപി ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതാണ് പരിഹാരം. അനുതാപം വഴി, മാനസാന്തരം വഴി, വിശ്വാസ സ്ഥിരീകരണം വഴി, ഏറ്റുപറച്ചിൽ വഴി ദൈവത്തെങ്കിലേക്ക് തിരിയുക. പ്രായോഗികമായി മനുഷ്യനെ ദൈവത്തിന് സമർപ്പിച്ച് പാപത്തിന്റെ വേരുകൾ പറിച്ചു കളഞ്ഞ് ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുക. വിലാപങ്ങൾ 5:21 ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ മനസ്സായാൽ ദൈവം തന്നെ കൂട്ടം തെറ്റിയ ആടുകളെ അന്വേഷിച്ചിറങ്ങും. എസെക്കിയേൽ 34:1-6 വരെയുള്ള വചനങ്ങളിൽ പുതിയ ആത്മാവും പുതിയൊരു ഹൃദയവും അവൻ അവർക്ക് നൽകും. പഴയ നിയമം മനുഷ്യന്റെ ആന്തരിക മാറ്റത്തെ ഉന്നം വെച്ചപ്പോൾ പുതിയ നിയമത്തിൽ ഈശോ അത് പൂർത്തീകരിച്ചു. മർക്കോസ് 7:15 പുറത്തുനിന്നും ഉള്ളിൽ കടക്കുന്നതല്ല, ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഹൃദയമാണ് തിന്മയുടെ ഉറവിടം. സ്നേഹമാണ് നിയമത്തിന്റെ പൂർത്തീകരണമെന്ന് ഈശോ പഠിപ്പിച്ചു. സ്നേഹിതരെ നാം സ്നേഹിക്കുന്നത് പോലെ ശത്രുക്കളെയും നാം സ്നേഹിക്കണമെന്ന് ഈശോ നമ്മെ പഠിപ്പിച്ചു. നമ്മെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ക്രിസ്തീയത. നീതിയും കരുണയുമാണ് ദൈവത്തിന്റെ സ്വഭാവം. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ പരിപൂർണരാകുവാനാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. സ്നേഹമെന്ന നാണയത്തിന്റെ 2 വശങ്ങളാണ് ദൈവസ്നേഹവും പരസ്നേഹവും. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. തന്നെ തന്നെ സ്നേഹിക്കുന്നത് പോലെ അയൽക്കാരെയും സ്നേഹിക്കുക. ജഡിക പ്രവൃത്തികൾ ദൈവരാജ്യ അനുഭവത്തിൽ നിന്നും നമ്മെ അകറ്റി നിർത്തുന്നുവെന്ന് വിശുദ്ധ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുവാൻ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ഉപദേശിക്കുന്നുവല്ലോ. ഈശോ പാപിയെ രക്ഷിക്കാനായി സഹനദാസനാകുന്നു. ഈ സത്യമാണ് പുതിയ നിയമം പ്രഖ്യാപിക്കുന്നത്. മർക്കോസ് 2:17 ഈശോ വന്നത് നീതിമാന്മാരെ വിളിക്കുവാനല്ല, പാപികളെ വിളിക്കുവാനാണ്. ആരോഗ്യവാന്മാർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന ഈശോയുടെ വചനം ശ്രദ്ധേയമാണ്. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞത്. മനുഷ്യന് പാപമോചനം നൽകുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ഇത് അനുഭവവേദ്യമാക്കാനാണ് ഈശോ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഈശോ പ്രസംഗിച്ചത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. മർക്കോസ് 1:15 പാപികളോടുള്ള ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തെയാണ് ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ ഈശോ പഠിപ്പിച്ചത്. ലൂക്കാ 15:11-32 വരെയുള്ള വചനങ്ങൾ. ഈശോയുടെ നീതി സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. പരസ്യജീവിതകാലത്ത് ഈശോ പിശാചു ബാധിതനെ സുഖപ്പെടുത്തി. മർക്കോസ് 1:23 അനേകർക്ക് മോചനദ്രവ്യമായി തന്നെ ഈശോ നൽകി. മർക്കോസ് 10:45 അവസാനത്തുള്ളി രക്തം വരെ ചിന്തിക്കൊണ്ട് പാപമോചനം സാധിച്ചു. ഇതാ ലോകത്തിന്റെ പാപം നീക്കിക്കളയുന്ന കുഞ്ഞാട്. യോഹന്നാൻ 1:29 പ്രകാശമായ ഈശോയെ സ്വീകരിക്കാത്തതാണ് പാപം. നിങ്ങൾ പ്രകാശത്തെ വെറുക്കുകയും അന്ധകാരത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നുവോ? പ്രകാശത്തെ വെറുക്കുന്നത് തിന്മയാണ്. യോഹന്നാൻ 3:1-19 വരെ പാപം ചെയ്യുന്നവൻ പിശാചിന് അടിമയാണ്, പിശാചിൽ നിന്നുള്ളവനാണ്. യോഹന്നാൻ 8:34 ആരംഭം മുതൽ പിശാച് കൊലപാതകിയാണ്, അവൻ അസത്യം പറയുന്നു. ഈ പിശാചിന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാനാണ് ദൈവപുത്രൻ വന്നത്. 1 യോഹന്നാൻ 3:8-10 വരെ വെറുപ്പും അഹങ്കാരവും അസൂയയും ഇവയുടെ മറുരൂപഭാവങ്ങളാണ്. യഹൂദർ ഈശോയെയും പിതാവിനെയും വെറുത്തു. അത് ഈശോയുടെ മരണത്തിൽ കലാശിച്ചു. പക്ഷേ മരണത്തെയും ഈശോ കീഴടക്കി ഉയർത്തു. കാരണം ഈശോ പാപരഹിതനായിരുന്നു, പിതാവിനോടുകൂടി ഒന്നായിരുന്നു, നിത്യപ്രകാശമായിരുന്നു, സത്യത്തിന്റെ നിറകുടമായിരുന്നു, സ്നേഹമായിരുന്നു. ദൈവം സ്നേഹമാണ്. അവിടുന്ന് ലോകശക്തികളുടെ മേൽ അധികാരം സ്ഥാപിച്ചു. പ്രകാശത്തെ നിരസിച്ചതു മുതൽ പാപം ലോകത്തിൽ പ്രവേശിച്ചു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ നിരസിക്കുന്നു. യോഹന്നാൻ 3:19 അനുസരണക്കേടിന്റെ മൂലകാരണമായ അഹങ്കാരത്താൽ ദൈവകൽപ്പന ലംഘിച്ച് മനുഷ്യൻ ഉത്ഭവപാപം ചെയ്തതിനാൽ ജനനം മുതലേ എല്ലാവരും പാപികളാണ്. ഉൽപ്പത്തി 3-ാം അധ്യായം. ആദത്തിന്റെ പാപം വ്യക്തിപരവും അതേസമയം
സാമൂഹികവുമാണ്. വിശുദ്ധ അഗസ്റ്റിൻ വ്യക്തമാക്കുന്നു, ഉത്ഭവ പാപത്തിലൂടെ മനുഷ്യരെല്ലാം തെറ്റുകാരാണ്, ശിക്ഷാർഹരാണ്. ഒരാളുടെ പാപം കാരണം എല്ലാവരെയും മരണം ബാധിച്ചു. യേശു തന്റെ കുരിശുമരണത്താൽ എല്ലാവർക്കും രക്ഷ സാധ്യമാക്കി. പ്രപഞ്ചം പാപമയമായി. മനുഷ്യനിലെ ജഡികാശ ആദത്തിന്റെ പാപഫലമാണ്. അതാണ് സാർവത്രിക തിന്മകൾക്കും അടിസ്ഥാനം. എല്ലാ മനുഷ്യരുടെയും എല്ലാ പാപങ്ങളും അടങ്ങുന്നതാണ് ആദത്തിന്റെ പാപം എന്ന് ചിന്തിക്കുന്നതാവും യുക്തമെന്ന് സഭ പഠിപ്പിക്കുന്നു. പാപാവസ്ഥയിൽ നിന്ന് മോചിക്കുവാനാണ് ക്രിസ്തു വന്നത്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ പാപബന്ധനങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്. 3 വിശുദ്ധ ഗ്രന്ഥ രഹസ്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസാക്ഷിയിൽ പതിക്കേണ്ടതുണ്ട്. മനുഷ്യനോട് ദൈവത്തിന് ആദ്യം മുതലേ ഉള്ള സ്നേഹം, മനുഷ്യൻ ദൈവത്തിനെതിരെ ചെയ്യുന്ന തിന്മകൾ, പുതിയ ആദമായി വന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം. വെളിപാട് 3:16 പറയുന്നു, ഇങ്ങനെ നീ ചൂടുള്ളവനോ തണുപ്പുള്ളവനോ ആകാതെ മന്നോഷ്ണനായതുകൊണ്ട് എന്റെ വായിൽ നിന്ന് നിന്നെ ഞാൻ പുറത്തു കളയും. എന്റെ ആത്മാവിന്റെ അവസ്ഥ എന്ത്? കോഴി കൂവുമ്പോൾ പത്രോസിന് പേടിയാണ്, വിഷമമാണ്. കാരണം 3 പ്രാവശ്യം യേശുവിനെ അവൻ നിഷേധിച്ചു. മറ്റൊരവസരത്തിൽ പത്രോസിനോട് യേശു ചോദിച്ചു, നീ എന്നെ എല്ലാറ്റിനെയും കാൾ സ്നേഹിക്കുന്നുവോ? പത്രോസ് ചിന്തിച്ചു, ആഴമായ സ്നേഹമുണ്ടായിരുന്നിട്ടും ഒരു നിമിഷത്തിൽ എന്റെ യേശുവിനെ ഞാൻ നിഷേധിച്ചല്ലോ. ചെയ്ത തെറ്റിനെ ഓർത്ത് സങ്കടപ്പെടുകയാണ് അദ്ദേഹം. ദാവീദ് തന്നെ രാജാവാക്കിയിട്ടും വലിയ പാപം ദൈവത്തിനെതിരായി ചെയ്തല്ലോ എന്നോർത്ത് വിലപിക്കുന്നു. ആഴമായ പശ്ചാത്താപം നല്ലതാണ്. ഉദാഹരണം, ഒരു മകൾ അടുക്കളയിൽ പാത്രം പൊട്ടിച്ചു. അമ്മ വഴക്കു പറയുമോ എന്ന് പേടിച്ചെങ്കിലും ചെന്ന് ക്ഷമ ചോദിക്കുന്നു. ക്ഷമ കിട്ടി. വീണ്ടും പാത്രം പൊട്ടിപ്പോയി. വീണ്ടും ഏറ്റുപറയുകയും ക്ഷമ അനുഭവിക്കുകയും ചെയ്യുന്നു. വീണ്ടും വീണ്ടും ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്നത് നല്ലതാണ്. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം ഒരുവന് കാണുവാന് കഴിയുകയില്ല. യോഹന്നാൻ 3:3-18 വരെ. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. പരിശുദ്ധാത്മാവിനായി ഹൃദയവാതിലുകളുടെ തടസ്സങ്ങൾ നീക്കി തുറന്നിടുക. നിയമാവർത്തനം 18:9-13 വരെയുള്ള വചനങ്ങൾ. ഇവിടെ 2 സംഗതികൾ ശ്രദ്ധേയമാണ്. 1, ദൈവത്തിനെതിരായി നിൽക്കുന്നത്. 2, സാത്താനുമായി കൂട്ടുനിൽക്കുന്നത്. ദുരാചാരങ്ങൾ താഴെ പറയുന്നവയാണ്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ, പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവർ, ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ക്ഷുദ്രക്കാരൻ, മൃത സന്ദേശ വിദ്യക്കാരൻ മുതലായവ. ഇത്തരക്കാർ കർത്താവിന് നിന്ദ്യരാണ്. പിശാചി സേവയും സാത്താനിലുള്ള വിശ്വാസവും മൂലം തലമുറകൾ തോറും പരിണിത ഫലം അനുഭവിക്കേണ്ടതായി വരും. മനുഷ്യന്റെ തിന്മകൾക്ക് കർത്താവ് ശിക്ഷ നൽകുന്നു. നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം. മനുഷ്യന്റെ തിന്മ ഇവയാണ്: അനീതി, ദുഷ്ടത, ദുരാഗ്രഹം, തിന്മ, അസൂയ, കൊലപാതകം, മാത്സര്യബുദ്ധി, വഞ്ചന, പക, ഏഷണി, പൊങ്ങച്ചം, അവിശ്വസ്തത, പരദൂഷണം, പരദ്രോഹം, കരുണയില്ലായ്മ മുതലായവ. റോമ 1:29-32 വരെയുള്ള വചനങ്ങൾ. തിന്മകൾ ഉപേക്ഷിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിച്ച് യേശുവിനെ സ്വീകരിക്കുക. ജഡിക പ്രവർത്തികൾ. സ്വവർഗഭോഗം മ്ലേച്ഛതയാകുന്നു. സ്ത്രീയോടുകൂടി എന്ന പോലെ പുരുഷനോടുകൂടെ നീ ശയിക്കരുത്. ലേവ്യർ 18:22. ലൈംഗിക വൈകൃതമാണ് ലേവ്യർ 18:23 നാം കാണുന്നത്. സ്ത്രീയോ പുരുഷനോ മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് തന്നെ അശുദ്ധനാക്കരുത്. മായമില്ലാത്ത വസ്തുക്കളില്ല. ദാമ്പത്യ വിശ്വസ്തതയിലും മുലപ്പാലിലും മായം പ്രത്യക്ഷപ്പെടുന്ന കാലമാണിത്. സ്വന്തം പങ്കാളിയോടൊത്ത് ശയിക്കുമ്പോൾ വേറൊരാളെ ഓർത്ത് സംഭോഗം ചെയ്യുന്നത് പാപവും അവിശ്വസ്തതയുമാണ്. മനസ്സിൽ നീ പാപം ചെയ്യുന്നുവോ? ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയ നമ്മൾ പാപം ചെയ്താൽ കൂടുതൽ ശിക്ഷ ദാവീദിനെ പോലെ നമുക്കും കിട്ടും. ജഡിക പ്രവർത്തികൾ ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. അസന്മാർഗികത, അശുദ്ധി, വിഷയാസക്തി, വിഗ്രഹാരാധന, വ്യഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, സ്വാർത്ഥത, ഭിന്നത, കക്ഷിമാത്സര്യം, വിദ്വേഷം, മദ്യപാനം, മതോന്മത്തത തുടങ്ങിയവയാണ്. ഗലാത്യ 5:19-21 വരെയുള്ള വചനങ്ങൾ. സ്വവർഗഭോഗികൾ, തസ്കരർ, കവർച്ചക്കാർ ഇവരും ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. 1 കൊറിന്തോസ് 6:10. ജീവിത പങ്കാളിയെയും മക്കളെയും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നതും ദാമ്പത്യ വിശ്വസ്തത കുറവിന്റെ ഭാഗമാണ്. പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം. 1 കൊറിന്തോസ്
6:19. വിശ്വസ്തത ദാമ്പത്യ ജീവിതത്തിൽ അനിവാര്യമാണ്. 1 കൊറിന്തോസ് 7:14. ഭാര്യയും ഭർത്താവും പിണങ്ങി വിട്ടുവീഴ്ചയില്ലാതെ ജീവിക്കുന്നത് കുഞ്ഞുങ്ങളിൽ സ്നേഹരാഹിത്യം ഉളവാക്കുകയും അവർ വിദ്വേഷവും അക്രമവാസനയും ഉള്ളവരായി തീരുകയും ചെയ്യും. അമ്മയുടെ മാനസിക ശാരീരിക വേദനകൾ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുന്നു. ക്രിസ്തീയ വിശുദ്ധ ജീവിതം എളുപ്പമുള്ളതല്ല. മനുഷ്യന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ കഴിവുകേടുകൾക്ക് ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. ഉദാഹരണം, ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹമാണ്. എല്ലാ ദിവസവും തന്നെ കലഹമാണ്. വിവാഹ ജൂബിലിക്ക് തൊട്ടുമുമ്പ് പോലും ഒരു സന്ധ്യാസമയത്ത് കലഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ അതിഥികൾ പ്രത്യക്ഷപ്പെട്ടു. തത്സമയം കലഹം അവസാനിപ്പിച്ചു. അതിഥികൾ പോയി കഴിഞ്ഞപ്പോൾ 25 വർഷം മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവർ കലഹം പുനരാരംഭിച്ചു. ഇത്തവണ സ്ത്രീധന തുകയുടെ ബാക്കി 100 രൂപയാണ് കാര്യം. നോക്കൂ, വിശ്വാസവും സ്നേഹവും ക്ഷമയും അനുരഞ്ജനവും ഇല്ലാത്ത ഒരു ദാമ്പത്യ ജീവിതം. ബാഹ്യമായി നല്ലവരായ സമൂഹത്തിൽ അവർ പ്രത്യക്ഷപ്പെടുന്നു. വേറൊരു മകൾ കൊലപാതകത്തിന് ജയിലിൽ. ഒരു മകൾ കാമുകനെ തീ കൊളുത്തി നശിപ്പിക്കുവാൻ ശ്രമിച്ചതിന് ജാമ്യമെടുത്ത് മറ്റൊരു കാമുകന്റെ കൂടെ ജീവിക്കുന്നു. മക്കളിൽ മൂന്നാമൻ കഞ്ചാവിന് അടിമയാണ്. 4ാമത്തെ മകൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് 4 മക്കളുമായി വീട്ടിൽ വന്ന് നിൽക്കുന്നു. 5ാമത്തവനും 6ാമത്തെ മകളും കൂടി വ്യഭിചാരശാല നടത്തുന്നു. 7ാമത്തെ മകൾ അന്യമതം സ്വീകരിച്ച് ആ മതത്തിലെ ഒരുവനുമായി രജിസ്റ്റർ ചെയ്ത് ജീവിക്കുന്നു. 8ാമത്തവൻ അല്പം മാനസിക വിഭ്രാന്തിയിൽ അടുത്തുള്ള പട്ടണത്തിലെ വഴിയോരത്താണ്. 9ാമത്തവൻ പെന്തക്കുസ്താ സഭയിൽ ചേർന്ന് പാസ്റ്ററായി നടക്കുന്നു. 10ാമത്തവൻ പെൺവാണിഭ കേസിലെ പ്രതിയായി ജയിലിലും ചിലപ്പോൾ പരോളിലും. ഇതാണ് ഒരു ക്രിസ്തീയ കുടുംബത്തിന്റെ അവിശ്വസ്തതയുടെ ജീവിത ചരിത്രം. 10 ഗുണം 10 ഗുണം. മാതാപിതാക്കളുടെ മ്ലേച്ഛത, സ്വാർത്ഥത, വിഗ്രഹാരാധന, പാപകരമായ മനോഭാവങ്ങൾ മൂലം തലമുറ തോളും നാശമുണ്ടാവും. ഓരോരുത്തരും അവരവരുടെ വിളിയിൽ 100% വിശുദ്ധിയിൽ ദൈവത്തെ സ്നേഹിച്ചാൽ ഭാവി തലമുറ അനുഗ്രഹമുള്ളവരായി തീരും. പാപം നിന്റെ പടിപ്പുരയിലുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ അത് നിന്നെ കീഴ്പ്പെടുത്തും. കൊളോസസ് 3:5-9 വരെ. 18 മുതൽ 21 കുടുംബത്തിൽ വിവിധ അവസ്ഥയിലുള്ളവരെ എങ്ങനെ വർത്തിക്കണം എന്ന് പറയുന്നു. ദാമ്പത്യ സ്നേഹം, മക്കളുടെ അനുസരണം, മാതാപിതാക്കളുടെ കടമ, ഇന്നത്തെ കുടുംബ ദൃശ്യങ്ങൾ. മദ്യപാനത്തിന് ശേഷം ഭാര്യയോട് പറയുന്നു, നീ ഇറങ്ങിപ്പോകടി. ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീട്ടിലെ മറ്റവളോടാണ് ഇഷ്ടം. നല്ല പെണ്ണിനെ കിട്ടിയാൽ മകന്റെ വട്ടുമാറും എന്ന് പറയുന്ന അമ്മ, മകന്റെ ഭ്രാന്ത് മറച്ചു വയ്ക്കുന്ന അപ്പൻ. ഇത് വഞ്ചനയാണ്. ഒരാൾക്ക് ചേർന്ന ഇണയെ ദൈവം നൽകുന്നു പരസ്പരം വിശുദ്ധീകരിക്കുവാൻ. പല അമ്മായിയമ്മയ്ക്കും അമ്മായിയപ്പനും സഹിക്കുവാൻ പറ്റാത്ത, ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് വിവാഹിതരായ മക്കൾ ഒരുമിച്ച് സ്നേഹിച്ച് വിശുദ്ധീകരിച്ച് ക്ഷമിച്ച് ജീവിക്കുന്നത്. ഭാര്യയുടെ വിധേയത്വവും ഭർത്താവിന്റെ സ്നേഹവും ഭൂമിക്ക് അനുഗ്രഹമാകുന്നു. നീ അനുഗമിക്കേണ്ട വഴി ഞാനാകുന്നു. നീ വിശ്വസിക്കേണ്ട സത്യവും പ്രതീക്ഷിക്കേണ്ട ജീവനും ഞാനാകുന്നു. മിശിഹാനുകരണവും പുസ്തകം 3 അധ്യായം 56 നമ്പർ 1.